അതീവ ദുഃഖകരമായ വാർത്തയിലേക്കാണ് ആദ്യം കടക്കുന്നത്. പാലക്കാട് പനയമ്പാടത്ത് കരിമ്പയിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് നിയന്ത്രണം വിട്ടെത്തിയ സിമന്റ് ലോറി മറിഞ്ഞ് 4 കുട്ടികൾക്ക് ദാരുണാന്ത്യം. അമിത വേഗത്തിലെത്തിയ ലോറി മറ്റൊരു വാഹനത്തിലിടിച്ച് വിദ്യാർത്ഥികളുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു. സംഭവത്തിൽ ലോറിയുടെ ഡ്രൈവറെയും ക്ലീനറെയും കസ്റ്റഡിയിലെടുത്തു. കരിമ്പ പനയമ്പാടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പുറത്തേക്ക് വന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച 4 പേരും പെൺകുട്ടികളാണ്. 3 പേർ സംഭവസ്ഥലത്തും ഒരാൾ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന, മിത, റിത, ആയിഷ എന്നീ കുട്ടികളാണ് മരിച്ചത്. ഒരു കുട്ടി ചാടി മാറി രക്ഷപ്പെടുകയായിരുന്നു. JCB ഉപയോഗിച്ച് മറിഞ്ഞ ലോറി ഉയർത്തിയെടുത്തിട്ടുണ്ട്. പാലക്കാട് നിന്നും സിമന്റ് കയറ്റി പോകുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. അതിവേഗം വരികയായിരുന്ന ലോറി മറ്റൊരു വാഹനത്തിലിടിച്ച് ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികൾക്കുമേൽ മറിയുകയായിരുന്നു. സ്ഥിരമായി അപകടമുണ്ടാകുന്ന മേഖലയാണ് ഇതെന്നും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അപകടത്തിന് പിന്നാലെ വിദ്യാർത്ഥികളടക്കം നാട്ടുകാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അതിനിടെ പനയമ്പാടം അപകടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പാലക്കാട് ജില്ലാ കളക്ടറോട് റിപ്പോർട്ടും തേടി. ദൗർഭാഗ്യകരമായ സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.